ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ കുരുങ്ങി രോഗി. ആശുപത്രിയിൽ നിന്നിറങ്ങിയ വയോധികനാണ് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട് വീട്ടിൽ പോകാൻ കഴിയാതെ കുഴഞ്ഞത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, ഇത് എവിടെയാണ്, ഏത് ആശുപത്രിയിൽ നിന്ന് പോകാൻ നേരമാണ് ഇദ്ദേഹം ഇങ്ങനെ കുടുങ്ങിപ്പോയത്? പിന്നീട് എങ്ങനെ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് എത്തിച്ചു? ഈ സംഭവം നടന്നത് പുതുക്കാട് ആമ്പല്ലൂർ ഭാഗത്ത് വെച്ചാണ്. ഇവിടെ ദേശീയപാതയുടെ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഇത് രാവിലെ നടന്ന സംഭവമാണ്. ദേശീയപാതയോരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞിറങ്ങിയതാണ് പുതുക്കാട് സ്വദേശിയായ വെളിയത്ത് അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ 1 കിലോമീറ്റർ ദൂരത്തിനടുത്തുള്ള വീട്ടിലേക്ക് പോകാനാണ് അദ്ദേഹം പറ്റാതെ കുടുങ്ങിയത്. കാരണം വാഹനം അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം വന്ന വാഹനം ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ കാറും ഒന്നും തന്നെ വിളിക്കാനും, അതായത് വാടകയ്ക്ക് വിളിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയായിരുന്നു. അങ്ങനെ വാടകയ്ക്ക് വിളിച്ചാൽ തന്നെ ഇത്തരത്തിൽ ഇത്രയും വലിയ ഗതാഗത കുരുക്കിൽ യൂടേൺ എടുത്ത് പോവുക എന്നുള്ളത് വലിയ അസാധ്യമായ ഒരു കാര്യമായി തന്നെയാണ് അവിടുത്തെ തൊഴിലാളികളും പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് അവിചാരിതമായി അവിടെ ചാലക്കുടി സ്റ്റേഷനിലെ SI വിശ്വനാഥനും പൊതുപ്രവർത്തകനായ സിൻഡോ പയ്യപ്പള്ളിയും എത്തിയത്. ഒടുവിൽ ഏകദേശം 2 മണിക്കൂറിലധികം ഈ രോഗി അവിടെ നിന്ന് പുറത്തിറങ്ങി പോകാൻ കഴിയാതെ, നടന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയുള്ള ആളാണ്. ഫിസിയോതെറാപ്പി ഒക്കെ തന്നെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റു വാഹനങ്ങളിലൊന്നും തന്നെ, ബൈക്കിൽ പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓട്ടോയോ കാറോ ആണ് അദ്ദേഹം വിളിച്ചു വരുത്തിയിരുന്നത്. പക്ഷെ അതൊന്നും തന്നെ ലഭിക്കാതായതോടെ ഒടുവിൽ ഈ SIയുടെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തനായ സിൻഡോയുടെയും സഹായത്തോടു കൂടി ബൈക്കിൽ കയറി രണ്ടുപേരും ബൈക്കിൽ ഇരുന്ന ശേഷം പിന്നീട് ഈ ഗതാഗതക്കുരുക്കിന് ഇടയിലൂടെ ബൈക്കിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഭാര്യയോടൊപ്പമാണ് അഗസ്റ്റിൻ ചികിത്സ തേടി ഇവിടേക്ക് എത്തിയത്. പിന്നീടാണ് ഈ ഗതാഗതക്കുരുക്ക് മൂലം വലിയ ബുദ്ധിമുട്ടിലായത്. ടാക്സികൾ ഒന്നും തന്നെ വിളിച്ചിട്ട് ഈ തിരക്കിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ദേശീയപാതയിൽ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത്. പക്ഷേ എന്നിട്ട് പോലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഈ ദേശീയപാത അതോറിറ്റി ഈ സ്ഥലത്തൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 കിലോമീറ്റർ ദൂരത്തിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. അവിടേക്ക് എത്താൻ കഴിയാത്ത വണ്ണമുള്ള കുരുക്കാണ്, ഗതാഗത കുരുക്കാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അനുഭവിച്ചുമൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ബൈക്കിൽ വീട്ടിലെത്തിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് SI ഉൾപ്പെടെയുള്ള ആളുകൾ സഹായിച്ചെത്തിച്ച രോഗിയാണ്.